അമ്മേ ഈ തലയിലെങ്ങും ഒന്നുമില്ലാഞ്ഞിട്ടാണ് ഈ ചൊറിച്ചില്. നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ തന്നെ തലയിലൊന്ന് നോക്കി 2 പേൻ വെച്ച് കുത്തി. എവിടെ ഇതേ തല നരക്കണേന്റെ ചൊറിച്ചിലായിരിക്കും. തല നരയ്ക്കുന്നതിൻ്റെത് എടി ഇതെന്താ നോക്കിയാണ് എവിടെ ജമന്തി നീ തല മര്യാദക്ക് പിടിക്കണ്ട. ഞാൻ കത്തി കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയരുത്. അമ്മ ഇതിലെങ്ങും ഒന്നുമില്ല, ചുമ്മാ മാലി പറിക്കാൻ. അതിലൊന്നും ഉണ്ടാവില്ല. ഇത് പുഴുത്ത് കിടക്ക. എന്റെ അമ്മോ എന്തോരം പേനാടി നിന്റെ തലയില്. ആണോ? ആ പണ്ട് ഞങ്ങളുടെ മുത്തശ്ശി പറയായിരുന്നു, ബുദ്ധി ഇല്ലാത്തവരുടെ തല കണ്ടറിയാന്ന്. അങ്ങനെ ബുദ്ധി ഇല്ലാത്തവരുടെ തല കണ്ടറിയണേ? നിന്റെ തല പോലെ നിറച്ചും പേനായിരിക്കും. ആ അങ്ങനെയാണെ നാത്തൂന്റെ തലയിലായിരിക്കും നിറച്ചു പേൻ. ഒന്ന് നിർത്തില്ല. ഈ നേരത്തെങ്കിലും നിനക്കൊക്കെ ഒന്ന് അടങ്ങിയിരുന്നൂടെ? എന്റെ തലയിൽ നോക്ക് അങ്ങോട്ട്. അമ്മേ അമ്മ അങ്ങനെയുള്ള വർത്താനം പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പണ്ടത്തെ പെണ്ണുങ്ങള് വർത്താനം പറയാനും പരദൂഷണം പറയാനൊക്കെയാണ് ഈ തല നോക്കുക എന്നുള്ള ഏർപ്പാട് ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ പിന്നെ മിണ്ടാതിരുന്നാലും എങ്ങനെയാ? അതിനിവിടെ പരദൂഷണം പറയാൻ ആയിരിക്കുന്നത്. നീ എവിടെ പരദൂഷണം പറയും, എവിടെ നിന്റെ പരദൂഷണം പറയും. അല്ലാതെ ഇവിടെ വേറെ ആരും അയൽവാസികളില്ലല്ലോ പരദൂഷണം പറയാം. അല്ലെങ്കിൽ തന്നെ പണ്ട് എന്തോരം പരദൂഷണം പറഞ്ഞ് തല നോക്കിയിട്ടുള്ള ആളാണ് അവള്. എന്റെ ദൈവമേ, ഇതണ്ട ആ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടെ തല്ല് പിടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കുക. അതിനിവിടെ ആരാ തല്ല് പിടിച്ച അമ്മേ? ഈ നാത്തൂനല്ലേ ചുമ്മാ. ഞാനോ? ഇടി നോണച്ചിപ്പാറു, നീയല്ലേ എടി തുടങ്ങിയത്? എന്തെന്നാ ഞാനോ? നാത്തൂനല്ലേ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നീ തലകൊണ്ട് ഇടിക്കണേ എന്ത് കാര്യത്തിനാ? ഞാൻ തല ഇടിച്ചല്ലോ. നാത്തൂൻ ഇങ്ങനെ ഒന്നിയപ്പോ ഞാൻ അമ്മ. ഇതാണ് ഞാൻ പറയണത്. നീ കല്യാണം കഴിച്ചു വന്നേ പിന്നെയാണ് ഈ കുടുംബത്ത് ഒരു സമാധാനം ഇല്ലാതായതെന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടാ? ഇതാണ്ട മോളാണ് മരുമോളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇനി ഒരക്ഷരം ഇല്ല, 2 ഞാൻ ചവിട്ടി പുറത്താക്കും. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. നിന്നെ ഞാൻ അങ്ങടാണ് വിളിച്ചത്. ഇങ്ങോട്ട് വാ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഭർത്താവ് വിളിക്കുന്നിടത്തോട്ട് ഭാര്യ വന്നാ മതി. ചായ കുടിക്കാനല്ലേ ഞാൻ ഇവിടുന്ന് എടുത്തന്നാ പോരെ? എണീറ്റ് വന്നടി. എന്തോ ഇത്ര ഗൗരവം? എടാ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചാൽ എന്താ നിനക്ക്? ഒരു ഭർത്താവിന് ഭാര്യയുടെ അടുത്ത് പലതും പറയാനുണ്ടാവും. അത് പൊതുസമൂഹത്തിന്റെ മുമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വരാം. എന്താ എന്തുവാടി അവന് നമ്മുടെ മുമ്പിൽ വെച്ച് അവളോട് പറയാൻ പറ്റാത്ത കാര്യം? എന്താന്ന് വാ തുറന്ന് പറയണേ? അമ്മയിലെ പറഞ്ഞ മിണ്ടി അവിടുന്ന് പുറത്താക്കണം. പൊന്നെ നിനക്ക് ഞാൻ ഒരു 2 പവന്റെ നെക്ലസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴുത്തിയിട്ട് തരാം. അതെ, രഹസ്യം പറയാനാ. അവിടെ ഇരിക്കുന്നത് നിന്റെ നാത്തൂനില്ലേ താടക, അവള് കേൾക്കാതിരിക്കാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഇവിടെയുള്ള വനിതകൾക്കായിട്ട് ഒരു പാചക മത്സരം നടത്തുന്നു. ഇതാരും കേൾക്കാത്ത കാര്യമാണ്. എന്താന്ന് നിങ്ങൾ ഇത്തിരി മരണപ്രാളം കാണിക്കണ? പാചക മത്സരമല്ലേ? ഞാൻ കേട്ടു, മനസ്സിലായി. എടി, പാചക മത്സരത്തിൽ 1ാം സമ്മാനമായിട്ട് രൂപ എത്രയാണെന്ന് അറിയാമോ? അറിയാൻ പാടില്ല. 10,001 രൂപ. 10,001 രൂപയോ? ആ, ഒരു കാര്യം ചെയ്തിട്ട് നാത്തോനോട് പോയി പറ. ഇല്ല നാത്തോനോട് പറയണം. ഇതാ ഞാൻ മലയാളത്തിൽ പറഞ്ഞതും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ക്ലീറ്റോ, ഈ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്ന് അവരോട് എന്തായാലും പറയില്ലേ? അവരായിട്ട് നീ എന്തായാലും പറയില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ വിവരം പറയാനായിട്ട് അവരെ എന്നെ വഴിക്ക് വെച്ച് കണ്ടു. എന്നോട് പറഞ്ഞു, നിങ്ങൾ 2 വീട്ടുകാരും പങ്കെടുക്കുമല്ലോ, അവരോട് കൂടെ പറഞ്ഞേക്കുമല്ലോ. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇനി അത് പറയാനായിട്ട് അവരിങ്ങോട്ട് വരില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ രഹസ്യമായിട്ട് വെക്കാം. എനിക്ക് സമ്മാനം വേണം ക്ലീറ്റോ. അതിപ്പം ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ഇതുപോലെ കുറെ വീട്ടുകാർ വരാതിരുന്ന മത്സരം ഒന്നും ഇതാവും. എനിക്ക് ജമന്തിനെ പേടിയില്ല, എനിക്ക് അമ്മേനെ പേടി. അമ്മ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ പെടും. എന്നാ നീ വിട്ടത് തന്നെ. എന്നാലും കുഴപ്പമില്ല. 2ാം സമ്മാനം 5,001 രൂപയുണ്ട്. വേണ്ട, എനിക്ക് 10,001 തന്നെ വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിക്കോ. അല്ല, ആദ്യം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ? എന്തുണ്ടാക്കും? ഭയങ്കര ഡിഷ് ഉണ്ടാക്കണം. നേരത്തെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ്. ഒരു മരണം. ആര് മരിച്ചു? ഏടം മയച്ചൻ. അയ്യോ,
അതെ ഏയുടെ അമ്മായച്ചൻ ഒരു പുതിയ വീട് പണിയുണ്ടായി. അപ്പൊ അതിന്റെ മുഴുവൻ ചുമതല ഏയ്ക്കായി ഏൽപ്പിച്ചത്. പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് വയറിങ് പണി മുഴുവൻ ഏയ് തന്നെ ചെയ്തു. ഇപ്പൊ പെരതാമസം കഴിഞ്ഞിട്ട് ഇന്നലെ പുള്ളി ബാത്റൂമിൽ പോവാൻ സ്വിച്ചിട്ടതാണ്. സ്വിച്ചിന്ന് ഷോക്ക് അടിച്ചാൻ മരിച്ചത്. പിന്നെ ഏയ് മനഃപൂർവ്വം കൊന്നതാണ് അല്ലെ അബദ്ധത്തിൽ ഷോക്ക് അടിച്ചാണ് എന്നൊക്കെയുള്ള ചർച്ച നടക്കുകയാണ്. അല്ല ഈ രൂപ ലാഭിക്കാൻ വേണ്ടി വയറിങ്ങൊക്കെ നല്ലപോലെ നടത്തിയില്ലെങ്കിൽ എന്തെല്ലാം ആപത്ത് പറ്റുമെന്ന് അറിയാമോ? അതെ നീ വാടാ ചായ കുടിച്ചു പോ. വേണ്ട വേണ്ട ഞാൻ ചെല്ലാം. എടാ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എടാ ചായ ഉണ്ടാക്കാൻ അവള് ഭയങ്കര പിടിക്കടാ. നല്ല കൈപ്പുണ്യാണ്. നല്ല കൈപ്പുണ്യമാണ്. അത് തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടാ പോരെ. കുടിക്കണ്ട. അല്ലേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുടിക്കണം. ഇപ്പൊ ഉമ്മയും ഷാഹിദയും ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആരുടെയാണ് ആദ്യം കുടിക്കണേന്ന് നോക്കിയിട്ട് വേണം ഇന്നത്തെ തല്ല് ഉദ്ഘാടനം ചെയ്യാൻ. ഞാനത് പോയി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കട്ടെ. പോയിട്ട് വാ. ആ അതെ കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്താ ഈ ക്ലീറ്റസ് പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം? എന്ത് കാര്യം? എന്ത് കാര്യം? അപ്പൊ ക്ലീറ്റസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവിടെ വന്ന് നാത്തൂനെ വിളിച്ച് അങ്ങോട്ട് പോയി. ഭയങ്കര ഗൗരവമായിരുന്നു അവന്റെ മുഖത്ത്. അത് തന്നെ ഞങ്ങളെ പൊതുസമൂഹം എന്നൊക്കെ വിളിച്ചേട്ടാ. അതെ പാചക മത്സരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട്? ഒന്നും പറഞ്ഞില്ല. ആ അതെന്നാ ചിലപ്പോ അവൻ മറന്നു കാണും. ചോദിച്ചോട്ടെ. ക്ലീറ്റസേ ക്ലീറ്റസേ ഇതുകൊണ്ടേ എന്താടാ എന്താ ക്ലീറ്റസ് മത്സരത്തിന്റെ കാര്യം നീ ഇവരോട് പറയാതിരുന്നത്? ഏത് മത്സരം? എന്ത് മത്സരം? എന്താ അല്ലാതെ ഈ അസോസിയേഷന്റെ പാചക മത്സരല്ലേ, ആ കാര്യം നീ ഇവരോട് പറയാതിരുന്നത്? അസോസിയേഷന്റെ പാചക മത്സരം അങ്ങനെ ഉണ്ടോ? ഓ അപ്പൊ നീ പറഞ്ഞില്ല. അശ്ശേ ഞാൻ അറിഞ്ഞ ജമന്തിനോട് പറയോ? അല്ല പറയാതിരിക്കോ? അതെ ക്ലീറ്റസ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെ കണ്ടു. ആ പുള്ളി പറഞ്ഞു ഇങ്ങനെ അസോസിയേഷന്റെ പാചക മത്സരമുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. ക്ലീറ്റസിനെ കണ്ടു അപ്പൊ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എന്നോട് പറഞ്ഞോ? യുവർ എന്ത് കള്ളന്മാരാണെന്ന് നോക്കിയാ നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ. ഞാൻ പറഞ്ഞില്ല ഏട്ടാ. ക്ലീറ്റ ചേട്ടൻ മറന്നു പോയതായിരിക്കും. എന്റെ ജമന്തി എന്നോട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അത് ഇവിടെ വന്ന് പറയില്ലേ? അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല മുത്തേ ഞാനും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അത് തന്നെ നാത്തൂൻ അറിഞ്ഞ എന്നോട് പറയും. പിന്നെ നിങ്ങളെ രണ്ടുപേരും ഞാൻ ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയതല്ലോ. ആണോ? അതെ ഇവര് ഒളിച്ചു കളിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? സംഭവം എന്താണെന്നറിയാമോ? ഈ മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അതിലെങ്ങാനും വിൻ ചെയ്ത് കഴിഞ്ഞാൽ 10,001 രൂപയുടെ സമ്മാനം. 10,001 രൂപ. അങ്ങനെ വരട്ടെ. എനിക്ക് 10,001 രൂപ കിട്ടാതിരിക്കാനല്ലേ നിങ്ങൾ ഇത് ഒളിച്ചു വെച്ചത്? പിന്നെ നമ്മളിപ്പോ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 10,000 കിട്ടും അങ്ങോട്ട്. ആ ചെലപ്പോ കിട്ടും. ഞാനേ മനഃപൂർവ്വം മറച്ചു വെച്ചതാ. നീ ഒന്നും ഉണ്ടാക്കുന്ന കൊണ്ടോമേ മനഃപൂർവ്വം മറച്ചു വെച്ചാന്ന്. എടി മര്യാദക്ക് ഒരു ചായ ഇടാൻ അറിയാമോ? ഒരു ചായ. നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ മനോവീര്യം തകർക്കാറോ നിൽക്കണ്ട കേട്ടാ. അവള് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, അവള് സമ്മാനം വായിക്കുകയും ചെയ്യും. എന്റെ അളിയാ വാചകം പോലെ അല്ല വാചകം. ആദ്യം നേരെ ഒരു നാരങ്ങയുള്ള ഉപ്പിട്ടുണ്ടാക്കാൻ പഠിക്കാൻ പറയാം അവളടുത്ത്. അയ്യോ ക്ലീറ്റ ചേട്ടനാണല്ലോ എനിക്ക് എപ്പോഴും നാരങ്ങളും ഉണ്ടാക്കി തന്നത്. ഇങ്ങനെ വായിട്ട് അലക്കാൻ അറിയാം. ഇവക്ക് ഉണ്ട കിട്ടും ഉണ്ട. ഇല്ലെങ്കിൽ നീ നോക്കടാ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ മീശയുടെ പാതി അങ്ങ് വിളിച്ചു കളയും. അളിയാ ഇപ്പൊ തന്നെ നിന്നെ കാണാൻ വൃത്തിയാണ്. നീ പകുതി മീശയെ കൂടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ബോറാ. നീ പാടി, നീ പാട്ടിന് പോടാ. അയ്യോ ഇപ്പൊ അങ്ങ് മേടിച്ചു കളയും. നീ അവക്കെന്താനും കിട്ടുമോ? കിട്ടും. ഏയ് അങ്ങനെയൊന്നും വരില്ല. ഇല്ല പിന്നെ നീ അവക്ക് കിട്ടത്തില്ല, നിനക്കേ കിട്ടും. നീ ഇങ്ങോട്ട് പോന്നേ. പിന്നല്ല അതെ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിക്കണ അതല്ല, എന്റെ മീശയുടെ കാര്യ. മീശ പോകൂലേ, ഒരാവേശത്തിനപ്പൊ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒന്നുണ്ട് പേടിക്കണ്ട. ഒന്നാം സ്ഥാനം ഞാൻ തന്നെ മേടിക്കും. പോരെ? നീ കുന്തം വാങ്ങിക്കും. എടി എന്തൊക്കെ പറഞ്ഞാലും തങ്കുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റാ. നിന്നേക്കാ കൈപ്പുണ്യം അവൾക്കാ. പിന്നെ മാത്രല്ല ഈ അസോസിയേഷനിലുള്ള എല്ലാ സ്ത്രീകളും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവരൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങളോട് മത്സരിച്ചിട്ട് വേണം നീ വിജയിക്കാൻ. അതൊക്കെ എവിടുന്ന് നടക്കാനാണ്? അതെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ഫസ്റ്റ് പ്രൈസ് മേടിക്കും. ആ 10,001 രൂപ കിട്ടിയിട്ട് വേണം
ഒരു കാഞ്ചീപുരം പട്ട് സാരി എനിക്ക് മേടിക്കാൻ, ചുമന്ന കളർ. അത് നടക്കും. നടക്കും. അതിന് അസോസിയേഷനിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവനെ ഡെങ്കിപ്പനി വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. അപ്പം നടക്കും. അല്ലാതെ എങ്ങനെ നടക്കാനാണ്? നിനക്ക് എന്തുണ്ടാക്കാൻ അറിയാം? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതാ പറഞ്ഞത്, നിനക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതെ, എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാലോ. ചമ്മന്തി ഉണ്ടാക്കാനറിയാം. നീ ചമ്മന്തി ആയിട്ടാണ് ചെന്നാ മതി. നിനക്ക് മൊത്തം പോയിന്റ് നോക്കി വരുമ്പോൾ അവസാനത്തെ പോയിന്റ് നിനക്കാവും 0. വേറെ ഐഡിയ ഉണ്ട്. എന്താണ്? അമ്മയെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കാം, എന്നിട്ട് ജഡ്ജസ് വരുമ്പോ പറയാൻ പറ്റും ഞാനാ ഉണ്ടാക്കിയെന്ന്. അപ്പൊ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, അവിടെ ചെന്നാ മതി, അമ്മ ഉണ്ടാക്കി തരും. ഇനി പങ്കെടുക്കുന്ന നീയല്ലേ, അപ്പൊ നീയല്ലേ ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോ എന്ത് ചെയ്യണേ? ഇനി ചെയ്യാനൊന്നുമില്ല, എന്റെ മീശയുടെ പകുതി പോവുക തന്നെ. ഇല്ല ഏട്ടാ, എന്തായാലും മാറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും പഠിച്ചോളാം. പോരെ?